Hi students, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ എന്നുള്ള പാഠഭാഗമാണ്. ഈ പാഠത്തിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി ഒന്ന് കാണുക. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ കാണുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ചാപ്റ്റർ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫ്രണ്ട്സിനും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ബാക്കി പോർഷൻസിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന പോർഷൻ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. അപ്പോൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും എന്താണെന്ന് നോക്കാം. Observe the figure showing the distance travelled by a car during different time intervals. താഴെ തന്നിരിക്കുന്ന ഫിഗർ 9.7 എന്ന് പറയുന്നത് ഒരു കാറ് സഞ്ചരിച്ച ദൂരമാണ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഫിഗർ നോക്കിയിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയാട്ട് എ ടു ബിയിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു? 20 മീറ്റർ. ടൈം 2 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് നമ്മൾ എങ്ങനെ കാണും? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ലഭിക്കും. ബി മുതൽ സി വരെ നോക്കുമ്പോഴും 20 മീറ്ററാണ്, 2 സെക്കൻഡ് തന്നെയാണ്. അപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ സി മുതൽ ഡി വരെയും ഡി മുതൽ ഇ വരെയും ഇ ടു എഫ് വരെയും നോക്കുമ്പോൾ ഡിസ്റ്റൻസ് 20 മീറ്റർ തന്നെയാണ്, ടൈം 2 സെക്കൻഡും തന്നെയാണ്. സ്പീഡ് നമുക്കപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്നും കിട്ടും. ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലേ? തുല്യമായ ദൂരം തുല്യമായ ഇടവേളകളിൽ സഞ്ചരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷനെയാണ് എന്ത് വിളിക്കുന്നത്? യൂണിഫോം മോഷൻ എന്ന് വിളിക്കുന്നത്. അവിടുത്തെ സ്പീഡിനെ യൂണിഫോം സ്പീഡ് എന്നും അറിയപ്പെടും. അപ്പോൾ നോക്കി, ഡു യു തിങ്ക് ദാറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഈസ് ദ സെയിം അല്ലേ? യെസ്. ഇഫ് സോ ഈസ് ഇൻ ദ കാർ ഇൻ യൂണിഫോം മോഷൻ? കാർ യൂണിഫോം മോഷൻ അല്ലേ? അതെ. In such situations, we say that the car has uniform speed. ഈ സിറ്റുവേഷനിലെ സ്പീഡിനെ യൂണിഫോം സ്പീഡ് എന്ന് പറയും. ഒബ്സർവ് ഫിഗർ 9.8. 9.8 നോക്കിയിട്ട് അതിൽ കോളം നമുക്ക് പൂരിപ്പിക്കണം. അപ്പോൾ ഫിഗർ 9.8 നോക്കിയേ, എ ടു ബി വരെ 5 മീറ്റർ ആണ്. 0 to 5 അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 5 മീറ്റർ. ടൈം എടുത്തിരിക്കുന്നത് 2 സെക്കൻഡ്. സ്പീഡ് എന്ന് പറയുമ്പോൾ 5/2 ചെയ്താൽ മതി. 5നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2.5 മീറ്റർ പെർ സെക്കൻഡ്. ബി മുതൽ സി വരെ എത്ര മീറ്ററാണ്? 15. 15 എങ്ങനെ കിട്ടി? ബി മുതൽ സി വരെ എന്ന് പറയുമ്പോൾ 5 മീറ്ററും 20 മീറ്ററും. 20ൽ നിന്ന് 5 കുറച്ച് 15 മീറ്റർ. ടൈം 2 സെക്കൻഡ്. അതിനെ ഹരിക്കുമ്പോൾ 7.5 മീറ്റർ പെർ സെക്കൻഡ്. സി ടു ഡി ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്. ടൈം 2 സെക്കൻഡ്. സ്പീഡ് 6/2 3 മീറ്റർ പെർ സെക്കൻഡ്. ഡി മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് 18. 26ഉം 44ഉമാണ്. 44ൽ നിന്ന് 26 മീറ്റർ കുറയ്ക്കുമ്പോൾ 18 മീറ്റർ എന്ന് കിട്ടും. ടൈം 2 സെക്കൻഡ് തന്നെയാണ്. നമുക്ക് സ്പീഡ് 9 മീറ്റർ പെർ സെക്കൻഡ്. ഇ മുതൽ എഫ് വരെ 6 മീറ്ററാണ്. ടൈം 2 സെക്കൻഡാണ്. സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഈ കോളം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ടൈം ഈക്വൽ ആണ്, പക്ഷേ സഞ്ചരിച്ചിരിക്കുന്ന ദൂരം ഡിഫറൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മോഷനാണ് നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ ടൈം ട്രാവൽ ചെയ്യുന്നത്. ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. എന്നാൽ നോൺ യൂണിഫോമോ? ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല. മനസ്സിലായോ? അപ്പോൾ അതായത് ഇടവേള ദൂരം വ്യത്യസ്തമാണ്, ടൈം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് നോൺ യൂണിഫോം എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സിൽ നോക്കാം. If a body in motion covers equal distance in equal interval of time, the body is said to have uniform speed.
ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ മോഷനിലെ സ്പീഡ് യൂണിഫോം മോഷൻ സ്പീഡ് എന്ന് അറിയപ്പെടുന്നു. എന്നാൽ ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അൺഈക്വൽ കൃത്യമായ അല്ലെങ്കിൽ തുല്യമായ ദൂരം സഞ്ചരിക്കുന്നില്ല, പക്ഷേ അവിടെ ടൈം ഇൻ്റർവൽ ഈക്വൽ ആണ്. ഈക്വൽ ഇൻ്റർവെൽസ് ആണ് ബട്ട് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ദ ബോഡി ഈസ് സെറ്റ് ടു ഹാവ് നോൺ യൂണിഫോം സ്പീഡ്. ആ ബോഡിക്ക് നോൺ യൂണിഫോം സ്പീഡ് എന്നാണ് അറിയപ്പെടുന്നത്. A child watching the speedometer of a vehicle realized that the meter was displaying different speed at a different time. നമുക്കറിയാം സ്പീഡോമീറ്ററിൽ വെഹിക്കിളിൽ സ്പീഡ് കാണിക്കുന്ന സ്പീഡോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈംസിൽ ഡിഫറെൻറ്റ് സ്പീഡാണ് കാണിക്കുന്നത്. ഹൗ ക്യാൻ ദ സ്പീഡ് ഓഫ് വെഹിക്കിൾസ് ബി ഡിറ്റർമിൻഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്? അപ്പോൾ ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ആ വെഹിക്കിളിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവിടെ നമ്മൾ അപ്പോൾ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് ആ ടേം ശ്രദ്ധിക്കണം, ആവറേജ് സ്പീഡ്, ശരാശരി സ്പീഡ്, വേഗത ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷനിലേക്കാണ് അടുത്തത് വരുന്നത്. അത് ഓർക്കുക, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. അത് പഠിച്ചു വെക്കണേ. ആവറേജ് സ്പീഡ് കാണുന്ന ഇക്വേഷന് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, സഞ്ചരിച്ച മുഴുവൻ ദൂരത്തെ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്, ആ ദൂരം സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാനുള്ള ആ ഇക്വേഷൻ ബോക്സിലിട്ട് എഴുതി തന്നെ പഠിച്ചോളുക. അപ്പോൾ ഇവിടുത്തെ ഫിഗർ 9.8 അനുസരിച്ച് ടോട്ടൽ ഡിസ്റ്റൻസ് 50 മീറ്റർ ആണ്. ടൈം ടേക്കൺ ഫോർ ട്രാവലിംഗ് ദിസ് ഡിസ്റ്റൻസ് 50 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് 10 സെക്കൻഡുമാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് നമുക്ക് 50 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. You are now familiar with the uniform and non-uniform speed. Now let's see what uniform and non-uniform velocities. അപ്പോൾ നമ്മൾ പഠിച്ചു യൂണിഫോം സ്പീഡ് എന്താണ്, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോം വെലോസിറ്റിയെ പറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. നമുക്കതൊന്ന് നോക്കാം. The details of the journey of 3 cars are given below. 3 കാറുകളുടെ ജേർണിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഓരോന്നായിട്ട് നോക്കാം. കാർ എ ട്രാവൽഡ് 500 മീറ്റർ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. കാർ എ 500 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആണ്. The car covered equal distance in equal interval of time. ആ കാറിൻ്റെ പ്രത്യേകത എന്താണ്? കാർ ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ്, തുല്യമായ ദൂരം തുല്യമായ ഇടവേളകളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പോർഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കാർ ബി ട്രാവൽഡ് 500 മീറ്റർ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷേ ആ കാർ ബിയുടെ പ്രത്യേകത എന്താണ്? ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഈസ് അൺഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അവിടെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ തുല്യമല്ലാത്ത ദൂരമാണ് സഞ്ചരിക്കുന്നത്. കാർ സിയോ, കാർ സി ട്രാവൽഡ് 500 മീറ്റർ എലോങ് എ സർക്കുലാർ പാത്ത്. വൃത്താകൃതിയിലാണ് ആ കാർ സി സഞ്ചരിക്കുന്നത്. ദ കാർ കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ആ കാറിൻ്റെ പ്രത്യേകത അത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ. അതിനെ ആസ്പദമാക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അനലൈസ് ദീസ് ആൻഡ് റൈറ്റ് ഡൗൺ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ എ ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? എന്താണ്? കാർ എയുടെ വെലോസിറ്റി സെയിം ആയിരിക്കുമോ? യെസ്. കാരണം എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് കാറ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? യെസ്, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ ബി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വൈ? വെലോസിറ്റി ഓഫ് കാർ ബിയുടെ വെലോസിറ്റി സെയിം ആയിരിക്കുമോ ഓരോ സെക്കൻഡിലും? കാരണസഹിതം വ്യക്തമാക്കണം. അല്ല. കാരണം എന്താണ്? അവിടെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമാണ്, പക്ഷേ അൺഈക്വൽ ഡിസ്റ്റൻസാണ്. അപ്പോൾ യൂണിഫോം ആയിരിക്കുമോ? അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം നോ. ട്രാവൽ
equal interval of time. Travel unequal in equal interval of time. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ സി ദ സെയിം ഇൻ ഈച്ച് സെക്കൻഡ് വൈ? വെലോസിറ്റി ഓഫ് കാറ് സിയുടെ വെലോസിറ്റി സെയിം ആണോ? കാരണം അപ്പം ഒന്ന് ആലോചിച്ചേ, വെലോസിറ്റി ഓഫ് കാർ നോക്കുമ്പോൾ ആ കാറ് ഏത് ആകൃതിയിലാണ് മൂവ് ചെയ്യുന്നത്? സർക്കുലാർ പാത്ത്. സർക്കുലാർ പാത്തിനകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടുത്തെ ആൻസർ എഴുതേണ്ടത് നോ, ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്. അപ്പോൾ നെക്സ്റ്റ് പേജിലെ ബോക്സ് നോക്കാം. എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. എപ്പോഴാണ് ഒരു ബോഡിക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്? ആ കണ്ടീഷൻ എന്താണ്? ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ തുല്യമായ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ബോഡിക്ക് യൂണിഫോം വെലോസിറ്റി ആണ് എന്ന് പറയാം. അവിടെ ഓർത്ത് വെക്കേണ്ട വേർഡ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അത്തരത്തിലുള്ള ബോഡിയുടെ വെലോസിറ്റി നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്നാണ് പറയുന്നത്. If either speed or direction changes, the velocity is non-uniform. സ്പീഡിനോ ഡയറക്ഷനോ ചേഞ്ച് വന്നാൽ വെലോസിറ്റി നോൺ യൂണിഫോം ആയി മാറും. ഇപ്പം സ്പീഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി എന്തായി മാറും? നോൺ യൂണിഫോം ആയിട്ട് മാറും. കംപ്ലീറ്റ് ടേബിൾ 9.9 ബേസ്ഡ് ഓൺ ദ എബോ ഇൻഫർമേഷൻ. മുകളിൽ കാണിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് കംപ്ലീറ്റ് ടേബിൾ 9.9 കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കാർ എ ബി സി എന്നുള്ള കോളമുണ്ട്, യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി എന്നുണ്ട്, റീസണും എഴുതണം. അപ്പോൾ കാർ എ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി യൂണിഫോം വെലോസിറ്റിയാണ്. റീസൺ നൈദർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ചേഞ്ച്. അതിൽ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്യുന്നില്ല. കാർ ബി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. കാരണം സെയിം ഡയറക്ഷൻ ആണ് ബട്ട് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. കാർ സി എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി അതും നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്, പക്ഷേ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ ടേബിൾ നമുക്ക് പൂരിപ്പിക്കാം. You might have learned to distinguish between uniform velocity and non-uniform velocity. ഇപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലായി യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും എങ്ങനെയാണ് തരം തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. Now find out some examples for bodies traveling in uniform as well as non-uniform velocity and write them down. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ എഴുതാനാണ് യൂണിഫോം വെലോസിറ്റിക്കും നോൺ യൂണിഫോം വെലോസിറ്റിക്കും. എന്തൊക്കെ എഴുതാം? യൂണിഫോം വെലോസിറ്റിയിൽ വരുന്നതാണ് when light travels through vacuum. പ്രകാശം വാക്വത്തിൽ കൂടെ പോകുന്നത് യൂണിഫോം വെലോസിറ്റിക്ക് ഉദാഹരണമാണ്. പിന്നെ നമ്മളുടെ വാച്ച്, ക്ലോക്കിലെ ഹാൻഡ്സ്, അതിൻ്റെ മൂവ്മെൻറ്റ് യൂണിഫോം വെലോസിറ്റിക്ക് ഉദാഹരണമാണ്. നോൺ യൂണിഫോം വെലോസിറ്റിക്ക് നമുക്ക് എന്തൊക്കെ എഴുതാം? എ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സ്പീഡായിരിക്കും, പിന്നീട് സ്പീഡ് കൂടി വരുന്നു. അപ്പോൾ അത് നോൺ യൂണിഫോം വെലോസിറ്റിക്ക് ഉദാഹരണമാണ്. പിന്നെ ഓസിലേഷൻ ഓഫ് പെൻഡുലം ക്ലോക്കിൻ്റെ ഓസിലേഷനും നോൺ യൂണിഫോം വെലോസിറ്റിക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് പോർഷൻ ആക്സിലറേഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. മലയാളത്തിൽ ത്വരണം എന്ന് പറയും. ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻസൈഡ് എ കാർ. ഒരു കാറിന് ഉള്ളിൽ നമ്മൾ ഇരിക്കുകയാണെന്ന് ചിന്തിക്കുക. ദ വെലോസിറ്റി ഓഫ് ദ കാർ കീപ്സ് ഓൺ ചേഞ്ചിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് മൂവ്സ് ഫോർവേഡ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. അപ്പോൾ കാറിൽ നമ്മൾ ഇരിക്കുകയാണ്, വെലോസിറ്റി മുമ്പോട്ട് പോകുന്തോറും ചേഞ്ച് വരുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈനിലാണ് കാറ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. How does the driver manage this? Observe the figure 9.10 showing the use of a device used for bringing about the change in velocity, namely the accelerator.
ഫിഗർ 9.10 നമ്മൾ കണ്ടായിരുന്നു ഇല്ലേ? എന്താണ് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്. ആ ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ബ്രിങ്ങിങ് എബൌട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ചിനെ കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ആക്സിലറേറ്റർ. Details of the journey of a car in a straight line are given as a line diagram figure 9.11. 9.11ൽ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു കാറിൻ്റെ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ഒരു ജേർണിയുടെ ഡീറ്റെയിൽസ് ആണ്. അത് അനലൈസ് ചെയ്തതിന് ശേഷം ടേബിൾ 9.10 കംപ്ലീറ്റ് ചെയ്യണം. നമുക്കത് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. Velocity A is the initial velocity when we consider the journey from A to B. നമ്മൾ ജേർണി എ ടു ബി എന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി അറ്റ് എയിലുള്ള വെലോസിറ്റിയെയാണ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ദ വെലോസിറ്റി അറ്റ് ബി ഈസ് ദ ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഏത് പോയിന്റിലെ ആയിരിക്കും? ബി എന്നുള്ള പോയിന്റിലെ ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. വൈൽ കൺസിഡറിങ് ബി ടു സി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബി ആണ് ഇനിഷ്യൽ വെലോസിറ്റി, സി ആണ് ഫൈനൽ വെലോസിറ്റി. ദിസ് ഈസ് ദ സെയിം ഇൻ ദ കേസ് ഓഫ് അതർ സ്റ്റേജസ് ആസ് വെൽ. അപ്പോൾ മറ്റുള്ള സ്റ്റേജുകളിലും ഇതേപോലെയാണ് ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എടുക്കുന്നത്. അപ്പോൾ ആ കോളം നോക്കുമ്പോൾ ആ ടേബിളിനകത്തിൽ എ മുതൽ ബി വരെയുള്ളതിൽ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 0യും ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ സ്മോൾ ലെറ്റർ വി വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. മറന്നു പോവരുതേ, ഇനിഷ്യൽ വെലോസിറ്റിയെ സ്മോൾ ലെറ്റർ യു എന്നും ഫൈനൽ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി എന്നുമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ വെലോസിറ്റിയുടെ വ്യത്യാസം അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയായ വിയിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റിയായ യു കുറയ്ക്കുമ്പോൾ വി മൈനസ് യു എന്ന് ആ കോളത്തിൽ എഴുതണം. പിന്നെ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിക്ക് ചേഞ്ച് വരാൻ വേണ്ടി എടുത്ത സമയത്തെ ടി എന്ന് ഡിനോട്ട് ചെയ്യാം. ആക്സിലറേഷൻ കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷനാണ് നെക്സ്റ്റ് കോളം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു എന്നാണ്, അതിനെ ടൈം കൊണ്ട് ഹരിക്കണം. അപ്പോൾ എ സമം ആക്സിലറേഷൻ സമം വി മൈനസ് യു ബൈ ടി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റേജിലെയും നോക്കാം. എ മുതൽ ബി വരെ യു 0 ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എയിൽ നിന്ന്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0ൽ നിന്നാണ്. ഫൈനൽ വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ വി മൈനസ് യു ചെയ്യുമ്പോൾ 5 മൈനസ് 0 എന്ന് കിട്ടും. 5 മൈനസ് 0 സമം 5 മീറ്റർ/സെക്കൻഡ് എന്ന് ലഭിക്കും. ടൈം 5 സെക്കൻഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? 5നെ 5 കൊണ്ട് ഹരിക്കുക. ഏതൊക്കെ 5ആണ്? നമ്മുടെ വി മൈനസ് യു എന്ന് കിട്ടിയ 5ഉം പിന്നെ ടൈമിൻ്റെ 5ഉം. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 5 1 മീറ്റർ/സെക്കൻഡ്² എന്ന് ലഭിക്കും. ബി മുതൽ സി വരെ നോക്കുമ്പോൾ യു 5 മീറ്റർ/സെക്കൻഡ്, വി 10 മീറ്റർ/സെക്കൻഡ്, വി മൈനസ് യു എഴുതുമ്പോൾ 10 മൈനസ് 5 സമം 5 മീറ്റർ/സെക്കൻഡ്. ടൈം എല്ലായിടത്തും സെയിം തന്നെയാണ്, 5 സെക്കൻഡ്. അങ്ങനെ 5 മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് ചെയ്യുമ്പോൾ 1 മീറ്റർ/സെക്കൻഡ്² എന്ന് ലഭിക്കും. സി മുതൽ ഡി വരെ യു 10 ആണ്, വി 10 ആണ്. വി മൈനസ് യു ചെയ്യുമ്പോൾ 10 മൈനസ് 10 ചെയ്യുമ്പോൾ 0 ലഭിക്കും. ടൈം 5 ആണ്. 0 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 0 മീറ്റർ/സെക്കൻഡ്² എന്ന് ലഭിക്കും. ഡി മുതൽ ഇ വരെ നോക്കുമ്പോൾ യു 10 മീറ്റർ/സെക്കൻഡ് ആണ്, വി 6 മീറ്റർ/സെക്കൻഡ് ആണ്. 6 മൈനസ് 10 നോക്കുമ്പോൾ -4 എന്നാണ് ലഭിക്കുന്നത്. വെലോസിറ്റിക്ക് മാറ്റം വരുന്നത്. ടൈം 5 തന്നെയാണ്. അത് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ -0.8 എന്ന് ലഭിക്കും. ഇ മുതൽ എഫ് വരെ ചെയ്യുമ്പോൾ 6 മീറ്റർ/സെക്കൻഡ് ആണ് യു. വി എന്ന് പറയുന്നത് 0 മീറ്റർ/സെക്കൻഡ്. വി മൈനസ് യു ചെയ്യുമ്പോൾ 0യിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ -6 മീറ്റർ/സെക്കൻഡ് എന്ന് ലഭിക്കും. ടൈം 5 സെക്കൻഡ് തന്നെയാണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ -6 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. അപ്പോൾ ആൻസർ -1.2 മീറ്റർ/സെക്കൻഡ്² എന്ന് ലഭിക്കും. ഇങ്ങനെയാണ് ആ ടേബിൾ പൂരിപ്പിക്കേണ്ടത്.
having to find out the rate of change in the velocity of the car in each second. This is the acceleration of the car. അപ്പോൾ acceleration എന്ന് പറഞ്ഞാൽ is the rate of change in velocity. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അപ്പോൾ എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ടൈം എന്ന് പറയുന്നതിനെയാണ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്കുണ്ടായ വ്യത്യാസത്തെ, ചേഞ്ച് ഇൻ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആക്സിലറേഷൻ. A സമം v മൈനസ് യു ബൈ ടി. ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വെലോസിറ്റി ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേമും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നോട്ടീസ് സം സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആക്സിലറേഷൻ ഒക്കേഴ്സ്. ആക്സിലറേഷൻ സംഭവിക്കുന്ന ചില സിറ്റുവേഷൻസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദ മോഷൻ ഓഫ് എ കോക്കനട്ട് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനട്ട് താഴേക്ക് വീഴുന്നതിന് ഉദാഹരണമാണ് ആക്സിലറേഷൻ. എ മൂവിങ് ബോൾ കമ്മിങ് ടു റെസ്റ്റ്. സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ബോൾ റെസ്റ്റിലേക്ക് വരുന്നു. പിന്നെ മൂന്നാമത്തത് ദ മോഷൻ ഓഫ് എ ബോൾ റോളിംഗ് ഡൗൺ എ ഹിൽ. ഒരു ഹില്ലിൽ നിന്ന് റോള് ചെയ്ത് വരുന്ന ബോളിൻ്റെ മോഷൻ ആക്സിലറേഷൻ്റെ ഉദാഹരണമാണ്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോബ്ലമാണ്. എ ഫുഡ് പാക്കറ്റ് ഡ്രോപ്ഡ് ഫ്രം എ ഹെലികോപ്റ്റർ റീച്ച് ദ ഗ്രൗണ്ട് ഇൻ 5 seconds. ഇഫ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഈസ് 50 meter per second, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഫുഡ് പാക്കറ്റ് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് ഇട്ടു. അതിനെടുത്ത സമയം 5 സെക്കൻഡാണ്. ഇഫ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്, ഇത് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്തപ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 50 meter per second ആണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പ്ലെയിനിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ അപ്പോൾ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 meter per second, ഫൈനൽ വെലോസിറ്റി ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റിക്ക് തുല്യമാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 50 meter per second. ടൈം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുമ്പോൾ 50 - 0 ഡിവൈഡഡ് ബൈ 5 നമുക്ക് ആൻസർ 10 meter per second square എന്ന് ലഭിക്കും. അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് കണ്ടുപിടിച്ചതെന്നുള്ളതാണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v മൈനസ് യു ബൈ ടി എന്നാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് വെലോസിറ്റി അല്ലേ? v എന്നും യു എന്നും പറഞ്ഞാലും രണ്ടും വെലോസിറ്റികളല്ലേ? അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മീറ്റർ പെർ സെക്കൻഡ്. ടൈമിൻ്റെ നമുക്കറിയാം ഏതാണ്? സെക്കൻഡ്. അപ്പോൾ മീറ്റർ ബൈ സെക്കൻഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? m/s ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1/s എന്നല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? m/s². താഴെ 2s ഉണ്ട്. അപ്പോൾ s ഇൻറ്റു എസ് s². ഇതിനെ നമ്മളപ്പോൾ എങ്ങനെ എഴുതും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെയാണ് യൂണിറ്റ് എഴുതുന്നത്. The acceleration produced in an object falling down freely due to the gravitational force of Earth is the acceleration at that പ്ലേറ്റ്സ്. ആ പ്ലേസിൽ അപ്പോൾ ഒരു പ്ലേസിലെ ആക്സിലറേഷനെ നമ്മൾ വേറൊരു രീതിയിലും കൂടി ഡിഫൈൻ ചെയ്യാം. ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആക്സിലറേഷൻ എപ്പോൾ? ഫോളിങ് ഡൗൺ ഫ്രീലി, ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുമ്പോൾ, ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഫ്രീ ആയി ഫോൾ ചെയ്യുന്ന ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതറിയപ്പെടുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന, ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ജി ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. റിട്ടാർഡേഷൻ. Examine table 9.10 and find out whether the velocity of the car
increase or decrease when it moves from D to E. അടുത്തതായി പഠിക്കാൻ പോകുന്നത് റിട്ടാർഡേഷനുള്ള പോർഷനാണ്. റിട്ടാർഡേഷനുള്ള പോർഷൻ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ടേബിൾ 9.10 ഒന്ന് പരിശോധിക്കണം. അതിനകത്തിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും റിട്ടാർഡേഷൻ എന്താണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. എക്സാമിൻ ടേബിൾ 9.10 നോക്കുമ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് വെദർ ദ വെലോസിറ്റി ഓഫ് ദ കാർ ഇൻക്രീസ് ഓർ ഡിക്രീസ് വെൻ ഇറ്റ് മൂവ്സ് ഫ്രം ഡി ടു ഇ. ഡി ടു ഇയിലേക്ക് വരുമ്പോൾ അവിടെ വെലോസിറ്റി ഓഫ് ദ കാറിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ? ഉത്തരം ഡിക്രീസ് ചെയ്യുകയാണല്ലേ. അപ്പം വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി? അപ്പോൾ നമ്മൾക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നെഗറ്റീവ് വാല്യൂ ആണ് ലഭിക്കുന്നത്. ഡസ് ദ വെലോസിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് വെൻ ദ കാർ മൂവ്സ് ഫ്രം ഇ ടു എഫ്? ഇ ടു എഫിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടുകയാണോ കുറയുകയാണോ? അവിടെയും കുറയുകയാണ്. അപ്പോഴും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നെഗറ്റീവായിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് എപ്പോൾ കുറച്ചാലും ആൻസർ നെഗറ്റീവ് അല്ലേ കിട്ടൂ. ഫൈനൽ വെലോസിറ്റി എന്നല്ലേ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി കുറയ്ക്കുന്നേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂ ഇനിഷ്യൽ വെലോസിറ്റിയെക്കാട്ടി കുറവാണെങ്കിൽ നമുക്ക് അത് ചെയ്യുമ്പോൾ ആൻസർ ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടൂ. അതല്ലേ നമ്മൾ ആ കോളത്തിൽ നോക്കിയേ, ഏതാണ് സീറോയും, അതായത് ഫൈനൽ വെലോസിറ്റി കുറവും ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലും വരുമ്പോൾ അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂവേ ലഭിക്കത്തുള്ളൂ. Didn't you observe that the acceleration is negative here? അപ്പോൾ നമുക്ക് മനസ്സിലായി, നോക്കിയപ്പോൾ ടേബിളിൽ നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്സിലേഷനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം. നെഗറ്റീവ് വാല്യൂ ലഭിക്കുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പഠിച്ചിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നത് ചില സിറ്റുവേഷൻസ് ആണ്. അതിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് എഴുതേണ്ടത്. നോക്കാം. എ ബോൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. എന്താണ്? എ ബോൾ റോള് ചെയ്യുകയാണ്. ഒരു ബോള് ഉരുണ്ടുരുണ്ട് പോവുകയാണ്. അപ്പോൾ അത് ഏതാണ്? നെഗറ്റീവാണല്ലേ. ആദ്യം അത് സഞ്ചരിച്ച് റെസ്റ്റിലേക്ക് അങ്ങ് ആയിപ്പോവും. റെസ്റ്റിലാകാന്ന് പറഞ്ഞാൽ എന്താ? പൂജ്യമല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി അവിടെ പൂജ്യമല്ലയോ. ആ പൂജ്യത്തിൽ നിന്ന് ആദ്യത്തെ സ്പീഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴായാലും നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടൂ. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ നെഗറ്റീവ് എന്ന് എഴുതണം. എ ട്രെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റേഷന്. ഒരു സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിന്. അവിടെ അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി റെസ്റ്റിൽ നിൽക്കുന്ന ട്രെയിന് ചലിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അങ്ങ് സ്പീഡ് കൂടുമല്ലയോ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി അവിടെ കൂടുതലല്ലയോ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി കൂടുതൽ വാല്യൂവിൽ നിന്ന് കുറവ് കുറച്ചാൽ നമുക്ക് പോസിറ്റീവേ ലഭിക്കൂ. അപ്പോൾ അത് പോസിറ്റീവാണ്. The motion of a stone thrown up when it goes up and comes down. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റോണ് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, തിരിച്ചത് താഴേക്ക് വരുന്നു. അവിടെ ഏതാണ്? നെഗറ്റീവാണ്. അതും നെഗറ്റീവ് ആക്സിലറേഷന് ഉദാഹരണമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്പീഡിനെയും ആക്സിലറേഷനും പറ്റിയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലായി. ദ സ്പീഡ് ഓഫ് വെഹിക്കിൾസ് ഇൻക്രീസസ് വെൻ ദെയർ ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വാഹനങ്ങളുടെ സ്പീഡും കൂടും. എക്സസീവ് സ്പീഡ് ഓഫ് വെഹിക്കിൾസ് മേ റിസൾട്ട് ഇൻ ആക്സിഡൻറ്റിന് കാരണമാകുമില്ലേ. We can minimize the deaths due to accident due to a great extent if we obey traffic rules and signals put up on the side of the road. Observe the signboard given below. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ? ട്രാഫിക് റൂളുകൾ അല്ലെങ്കിൽ ട്രാഫിക് ബോർഡ്സിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അവിടെ കാണിച്ചിരിക്കുന്നത് ചില പ്ലക്കാർഡ്സ് ആണ് അല്ലെങ്കിൽ സൈൻ ബോർഡുകളാണ്.
ട്രാഫിക്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ളത്. Are the death caused by accidents the result of negligence and excess speed of vehicles alone? Don't you think the carelessness of pedestrians is also one of the reason? അല്ലേ, കാൽനടക്കാരായി നടന്നു പോകുന്നവരുടെ അശ്രദ്ധക്കുറവ് മൂലവും ആക്സിഡൻറ്റുകൾ കൂടുതലായിട്ടുണ്ടാവാറുണ്ട്. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് പെഡസ്ട്രിയൻ ടേക്ക്? നടന്നു പോകുന്നവർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നാണ് താഴെ തന്നിരിക്കുന്നത്. വോക്ക് എലോങ് ദ ഫുട്പാത്ത് ഓൺലി, ഫുട്പാത്തിൽ കൂടെ മാത്രം നടക്കുക. വോക്ക് ഓൺലി എലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്, റോഡിൻ്റെ വലതുവശത്തു കൂടി മാത്രം നടക്കുക. ക്രോസ് റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്, സീബ്ര ക്രോസിങ്ങിൽ കൂടി മാത്രം റോഡ് ക്രോസ് ചെയ്യുക. വൈൽ വോക്കിംഗ് എലോങ് ദ റോഡ് ലേറ്റ് ഇൻ ദ ഈവനിങ് ഓർ നൈറ്റ് അവോയ്ഡ് വിയറിംഗ് ബ്ലാക്ക് ഓർ ഡാർക്ക് കളേർഡ് ക്ലോത്ത്, രാത്രിയിലോ വൈകുന്നേരം സമയങ്ങളിലൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കറുപ്പ് തരത്തിലുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. അപ്പോൾ ഡാർക്ക് കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല, അപ്പോൾ അത് ആക്സിഡൻറ്റിന് കാരണമാകും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാൽനടക്കാരുടെ കയ്യിൽ നിന്ന് വരുന്ന പ്രോബ്ലംസിൽ നിന്നുണ്ടാകുന്ന ആക്സിഡൻസുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നീട് കാണിച്ചിരിക്കുന്നത് ഒരു സ്പീഡ് റോഡ് ഓഫ് കേരള, കേരളത്തിലെ സ്പീഡിൻ്റെ ഒരു വിവരണമാണ് നൽകിയിരിക്കുന്നത്. മോട്ടോർ കാറ്, മോട്ടോർ സൈക്കിള്, ഓട്ടോറിക്ഷ, ബസ് എന്നിവ. ഇതിനെ ആസ്പദമാക്കിയിട്ട് റോഡ് സേഫ്റ്റി എന്ന പേരിൽ ഒരു സെമിനാർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ നോക്കുക. നിങ്ങൾക്ക് മാക്സിമം അറിവുകൾ നെറ്റിൽ നിന്നും ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേട്ട് നമ്മളാണെങ്കിൽ അതിനൊരു സെമിനാർ തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണുക. അത് മുഴുവൻ കണ്ടതിന് ശേഷം ഇതും വന്ന് കാണുമ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനിപ്പോൾ 8ാം ക്ലാസ്സിനെ ബേസ് ചെയ്താണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിന് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.